ഹലോ, എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചേന മുളകിട്ട് കറി വെച്ചാൽ അതിനുവേണ്ടി ഞാനൊരു ചെറിയ ചേന എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരിഞ്ഞു വെച്ച ചേനയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് അതിന് വേണ്ട അരപ്പൊക്കെ തയ്യാറാക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മളൊരു 25 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 25 വറ്റൽമുളക് എടുത്ത് അത് വറുത്ത് കോരി മാറ്റണം. ഇത് നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ അടിപൊളി ഒരു കറിയാണ്. എന്നിട്ട് നമുക്കിതിപ്പം വറുത്ത് ഒരുപാട് കറുപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. ആ വറുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പരുവത്തിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ചേനയും കൂടെ വറുത്തെടുക്കണം. അത് ഉപ്പുവെള്ളം ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഉപ്പും പിഴിഞ്ഞ് വെള്ളം മാറ്റിയിട്ട് ചേന സെയ്യും എണ്ണ കൂടുതലൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ഒഴിച്ച ആ എണ്ണയിൽ തന്നെ ഇത് ചേനയും കൂടെ വറുത്തെടുക്കണം. ചേന വറുക്കാനിട്ടുന്ന സമയത്ത് നമുക്ക് ആ വറ്റൽമുളക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ആദ്യം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇത് ചോറിൻ്റെ കൂടെയും നല്ല ഒരു ഡിഷാണ്. എന്നാലും ഇഡ്ഡലി ദോശയുടെ കൂടെയാണ് ഇത് ടേസ്റ്റി ആയിട്ടുള്ളത്. ഈ ഒരു കറി 2-3 ദിവസത്തേക്ക് ഇരിക്കും. ഇപ്പം നമ്മൾ ആ അരപ്പും റെഡിയാക്കി ചേന വറുത്തും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം കടായി തന്നെ ബാക്കി വരുന്ന എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുകിടണം. 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം, നിങ്ങൾ എങ്ങനെയാണോ മെഷർ ഇതെടുക്കുന്നത് അതിനകത്ത് 1 കപ്പ് വെള്ളം എടുത്താൽ മതി. സാധാരണ വെള്ളം ഒഴിച്ച് കടുക് വറുത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പില്ലേ, ആ അരപ്പ് കൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചില്ലേ നമ്മൾ വറ്റൽമുളക് വറുത്തെടുത്ത്, ഈ അരപ്പും കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്യണം. ഇത് എല്ലാവർക്കും ഇച്ചിരി എരിവുള്ള കറിയാണ്. നമുക്ക് എരിവ് കുറവ് വേണമെങ്കിൽ 10 വറ്റൽമുളകും മറ്റേ കാശ്മീരി ചില്ലി ഒരു 15 കാശ്മീരി ചില്ലിയും കൂടെ എടുത്താൽ മതി. അപ്പോൾ എരിവ് കുറവായിരിക്കും. പക്ഷേ എരിവ് ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഞാനിത് ഒഴിച്ചു. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ചേർക്കണം. ഇത് നല്ല എരിവും പുളിയും രണ്ടും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നമുക്ക് ദോശയുടെ കൂടെയൊക്കെ സാമ്പാറും ചമ്മന്തിയൊക്കെ മാറി നിൽക്കും, അതുപോലത്തെ ടേസ്റ്റാണ്. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് അതിനകത്തോട്ട് ചേനയും കൂടെ ഇടാം. ചേനയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് തിളയ്ക്കാൻ, അത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് തിളയ്ക്കണം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കറിവേപ്പിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കറിവേപ്പില കടുക് വറുക്കുമ്പോഴല്ല ഇടുന്നത്, ഈ ചേന ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചുമ്മാ ഇടുന്നതാണ് കറിവേപ്പില. അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.